നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഏറ്റവും അവസാനമായിക്കൊണ്ട് ഒരു MLAയുടെ മകനെ ലഹരി കേസിൽ പിടികൂടി എന്നാണ് വാർത്ത വരുന്നത്. ആ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആദ്യമായി പിടികൂടപ്പെട്ട 21 വയസ്സ് മാത്രം പ്രായമുള്ള ഏതാനും ചെറുപ്പക്കാർ അവരുടെ പേര് വിവരം അല്ലെങ്കിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പേര് വിവരം പുറത്തുവിട്ട എക്സൈസിൻ്റെ നടപടിയും ശരിയായില്ല. അത് കിട്ടിയ മുറക്ക് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെ നടപടിയും ശരിയായില്ല. അതോടൊപ്പം അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നാൽ അതിനോട് MLA പ്രതികരിച്ച രീതി എല്ലാത്തിനെയും കടത്തിവെട്ടുന്നതുമായി ഒരിക്കലും ശരിയായില്ല. അവർ തന്നോട് മതപരമായ വിദ്വേഷത്തിൻ്റെ പേരിലാണ് മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടർ പെരുമാറിയത് എന്നുകൂടെ പറഞ്ഞത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLAക്ക് യോജിച്ച രീതിയിലായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ വിഷയം അവിടെ നിൽക്കട്ടെ. എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ എല്ലാ വിദ്യാലയങ്ങളിലേക്കും ഇന്ന് ലഹരി മരുന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. എവിടെയും അത് കിട്ടുന്നൊരു സാഹചര്യമാണ്. ഇലക്ട്രോണിക് സിഗരറ്റിൽ വീണ്ടും റീഫിൽ ചെയ്യുന്നത് പലപ്പോഴും ലഹരി കലർത്തിയിരിക്കുന്ന പദാർത്ഥങ്ങൾ അത് റീഫിൽ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ മാറി മാറി ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയാണ്. നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ മക്കളെ നിയന്ത്രിക്കാനുള്ള അവരുടെ ശേഷി കുറഞ്ഞു വരികയാണ്. പലപ്പോഴും രക്ഷിതാക്കളുടെ പിടിയിൽ നിന്നും പുറത്താണ് വിദ്യാർത്ഥികൾ. കോളേജ് ക്യാമ്പസുകൾ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രക്ഷിതാക്കൾ കടന്നു പോകുന്നത്. മനസ്സിൽ തീയാണ്, തൻ്റെ മകൻ ഇത്തരത്തിലുള്ള വലയങ്ങളിൽ പെട്ടുപോകുമോ എന്ന്. നന്നായി പഠിക്കുന്ന നല്ല മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥികൾ ഒരു സുപ്രഭാതത്തിൽ ഇത്തരം ലഹരി മാഫിയകളുടെ പിടിയിൽപ്പെട്ടുകൊണ്ട് പിന്നീട് ഭ്രാന്തന്മാരെ പോലെ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ് എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ സങ്കടം കണ്ടപ്പോൾ എൻ്റെ ഹൃദയം നുറുങ്ങുന്ന രൂപത്തിലാണ് എനിക്ക് തോന്നിയത്. കാരണം അത്ര കണ്ട് നന്നായി പഠിക്കുന്ന കുട്ടി ഈ ലഹരി മാഫിയയുടെ പിടിയിൽപ്പെട്ടുകൊണ്ട് ഇന്ന് എല്ലാം മാനസിക നില തെറ്റിയ രൂപത്തിലാണ് ആ കുട്ടിയുടെ അവസ്ഥ എന്നാണ് രക്ഷിതാവ് പറയുന്നത്. വളരെ സങ്കടം തോന്നുകയാണ്. പലരും ചോദിക്കുന്നു, എങ്ങനെയാണ് ഇതൊക്കെ രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്ന്. രക്ഷിതാക്കൾക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ ചില മാർഗങ്ങളെങ്കിലും എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. കുട്ടികളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള സ്വഭാവ മാറ്റം, അതേപോലെ തന്നെ ഉറക്കമില്ലായ്മ, പകൽ വളരെ നേരം കിടന്നുറങ്ങുന്ന ശീലം, പെട്ടെന്നുള്ള ദേഷ്യം, കാരണമില്ലാതെ ചിരിക്കുക, കാരണമില്ലാതെ കരയുക, സാമൂഹ്യമായ ചുറ്റുപാടുകളിൽ നിന്ന് മാറി നിൽക്കുക, വിവാഹം മറ്റ് സൽക്കാര പരിപാടികളിലൊന്നും പോകാതെ മാറി നിൽക്കുക, രാത്രി പുറത്ത് കറങ്ങുക മാത്രമല്ല പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുക, അവർക്ക് പൊതുവെ ഭക്ഷണത്തോട് താല്പര്യമില്ലാതിരിക്കുക, വീട്ടിലെ ഭക്ഷണം വേണ്ട എന്ന് പറയുന്ന സാഹചര്യം, ഇതൊക്കെ തന്നെ പൊതുവെ വിദ്യാർത്ഥികളിൽ കാണുന്നു. അതേപോലെ തന്നെ പണത്തിനോട് വീണ്ടും വീണ്ടും താല്പര്യം, പണം ചോദിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലെ പണം രക്ഷിതാവ് കാണാതെ കവർന്നെടുക്കുന്ന രീതി, പരസ്പര ബന്ധമില്ലാത്ത സംസാരങ്ങൾ, ഒറ്റയ്ക്കിരിക്കുക, മനോവൈകല്യമുള്ള ആളുകളെ പോലെ പെരുമാറുക, പിന്നീട് സ്വഭാവം പെട്ടെന്ന് തന്നെ സ്വഭാവങ്ങളിൽ മാറ്റം വരിക, വൃത്തിയുടെ കാര്യത്തിൽ അവർ കുളിക്കാതിരിക്കാം, മുടി വെട്ടാതിരിക്കാം, നഖം വെട്ടാതിരിക്കാം, പിന്നെ അവരുടെ ശരീരത്തിൽ ചുണ്ടിന് പ്രത്യേകമായ നിറമാറ്റം, പ്രത്യേക ഗന്ധമുള്ള സ്പ്രേ, സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിക്കുക, ഇതൊക്കെ പ്രാഥമികമായിട്ട് ഇത്തരം ആളുകളിൽ കാണുന്ന ലക്ഷണമായിട്ടാണ് എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നാം എപ്പോഴും അവരേറ്റവും നല്ലവരാണ്, നമ്മുടെ MLAക്കും പറ്റിയത് അത് തന്നെയാണ്, തൻ്റെ കുട്ടി ഏറ്റവും നല്ല മിടുക്കനാണെന്ന് അവരും ധരിച്ചിരിക്കാം. നമ്മുടെ കുട്ടിയാണ് ഏറ്റവും നല്ല കുട്ടിയെന്ന് നാം ഓരോരുത്തരും ധരിക്കുന്നു. നാം അറിയാതെ നമ്മുടെ കുട്ടികൾ തെറ്റുകളിലേക്ക് വഴുതി വീഴുന്നു. അതുകൊണ്ട് ഓരോ നിമിഷവും തൻ്റെ കുട്ടിയും തെറ്റിലേക്ക് വഴുതി മാറാം, അവനും ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടിൽ പെടാമെന്നുള്ള ധാരണയോടുകൂടി തന്നെ പ്രത്യേക നിരീക്ഷണത്തോടുകൂടി നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക. അത്തരം അബദ്ധങ്ങളിൽ ചാടിയാൽ അവരെ പെട്ടെന്ന് തന്നെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനം നടത്തുക. പൊതുസമൂഹം ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ മിതത്വം പാലിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടി അബദ്ധത്തിൽ ചാടിയാൽ തന്നെ അവനെ ആജീവനാന്ത കഞ്ചാവടിക്കാരനും അവനെ ആജീവനാന്ത മയക്കുമരുന്നുകാരനുമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അവൻ്റെ ഭാവി കളയുന്നതിന് പകരം പൊതുസമൂഹവും പത്രമാധ്യമങ്ങളും അവർക്ക് തിരുത്താനുള്ള സാഹചര്യമാണ് കൊടുക്കേണ്ടതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ പക്വതയോടുകൂടി പെരുമാറണം. സമൂഹത്തിൽ കുറേ ആളുകളെ മയക്കുമരുന്നുകാരായും കഞ്ചാവുകാരുമായും അല്ലെങ്കിൽ മദ്യപാനികളായി ബ്രാൻഡ് ചെയ്തതുകൊണ്ട് സമൂഹത്തിന് ഒരു ഗുണവും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അവർ പെർമനൻ്റായിട്ട് അതിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുകൊണ്ട് അവരെ പ്രത്യേകമായി ശ്രദ്ധിച്ച് മുഖ്യധാര ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ കുട്ടികളെ നല്ല നിലയ്ക്ക് വളർത്താൻ ആവശ്യമായ ശ്രദ്ധ ഓരോരുത്തരും പ്രത്യേകമായി കൊടുക്കണം. തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ള ആ ഒരു ധാരണ മാറ്റിക്കൊണ്ട് ഓരോരുത്തരും സ്വന്തം കുട്ടികളെ തന്നെ ഈ രീതിയിൽ നോക്കിക്കാണണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.